സിസ്റ്റർ ബീന മാത്യു ആണ്. താൻ ഈ ലൈനിൽ അപരിചിതയല്ല. മനോഹരമായ ഗാനം പലപ്പോഴും കടന്നു വന്ന് പാടുവാനും അത് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് അവകാശം നൽകി. ഹൃദയകാരിയായി താൻ പാടുന്ന ഗാനങ്ങളൊക്കെ അർത്ഥവത്തും അത് നമ്മുടെ കാതുകൾക്ക് ഇമ്പകരവുമാണ്. ഇന്ന് രാത്രിയിലും തന്നിലൂടെ കേൾക്കുന്ന ഗാനം അത് ദൈവനാമത്തിനും മഹത്വത്തിനും നമുക്ക് ധൈര്യവും പ്രത്യാശയൊക്കെ വരുത്തുന്നതായി തീരുവാൻ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ സിസ്റ്റർ ബീന മാത്യുവിനെ ഗാന ശുശ്രൂഷയ്ക്കായി ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചുകൊള്ളു. കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. കൃപായേകേണം കൃപാനിധിയെ, 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 കൃപായേകേണം കൃപാനിധിയെ, കൃപാനിധിയെ, കൃപാനിധിയെ. മുമ്പേ പോയാ നിൻ പിൻപേ ഗമിപ്പാൻ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. താഥാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ജീവാൻ, തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ. താഥാ നിന്നിഷ്ടം മണ്ണിൽ ഞാൻ ജീവാൻ, തന്നിൽ വസിപ്പാൻ ഉന്നതം ചേരാൻ. ത്യാഗം ചെയ്യും നീ പാഴ്മണ്ണിനാശ ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ, ഓടുന്നു നാടിനെ പ്രാപിപ്പാൻ. കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. മാറായേലീമിൽ പാറയിൻ വെള്ളം മാറാത്തോനേകും മാധുര്യമന്ന. മാറായേലീമിൽ പാറയിൻ വെള്ളം മാറാത്തോനേകും മാധുര്യമന്ന. പാറയാം യാഹൻ രാപ്പകൽ ധ്യാനം യോർദാന്റെ തീരമെന്നാശ്വാസം, യോർദാന്റെ തീരമെന്നാശ്വാസം. കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം, നീ മാത്രമാണ് എനിക്കാധാരം. എന്നൻ സിയോനെ ചെന്നങ്ങു കാണും അന്നൻ കണ്ണീരും മാറും കനാനിൽ. എന്നൻ സിയോനെ ചെന്നങ്ങു കാണും അന്നൻ കണ്ണീരും മാറും കനാനിൽ.
ഭക്തർ ശ്രവിക്കും കർത്തൃകാഹളം വ്യക്തമായി കാണും എൻ രക്ഷകനെ വ്യക്തമായി കാണും എൻ രക്ഷകനെ കരുണാനിധിയെ കാൽവരിയൻപേ നീ മാത്രമാണ് എനിക്കാധാരം നീ മാത്രമാണ് എനിക്കാധാരം. താങ്ക് യു. ആമേൻ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവദാസി സിസ്റ്റർ ഗീതമ്മ സ്റ്റീഫനെ ദൈവവചന ഘോഷണത്തിനും അനുഭവ സാക്ഷ്യം പങ്കുവെക്കുവാൻ വേണ്ടി ഓക്ലഹോമ പ്രൊലൈൻ പാർട്ട്നേഴ്സ് നാമത്തിൽ ക്ഷണിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കേൾക്കാമല്ലോ എല്ലാവർക്കും? കേൾക്കാം. ഹലോ. ഓക്കെ. സ്തോത്രം. കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകാല് ഈ പ്രയർ ലൈനിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൽ വിലപ്പെട്ട ദാസൻ റെജി ഫിലിപ്പ് അവറുകളോടും അതുപോലെ തന്നെ പ്രയർ ലൈനിന്റെ നടത്തുന്ന ബ്രദർ സാജൻ അവറുകളോടും അദ്ദേഹത്തിന്റെ വൈഫ് സിസ്റ്റർ ബിജി സിസ്റ്ററോടും പ്രത്യേകമായ സ്നേഹവന്ദനവും നന്ദിയും ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുകയാണ്. സ്തോത്രം. വളരെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ ദൈവമക്കൾ ചേർന്നിരുന്ന് കണ്ണുനീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ആത്മീയ ചൈതന്യം തുളുമ്പുന്ന ഈ നിമിഷത്തിൽ എൻ്റെ അനുഭവ സാക്ഷ്യവും ദൈവം എനിക്ക് തരുന്ന ആലോചനയും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിനിടയിൽ കൂടി തന്നെ പരിശുദ്ധാത്മാവ് അതത് സമയങ്ങളിൽ എൻ്റെ ഉള്ളിൽ തരുന്ന ദൈവാലോചനയോ ദൈവവചനമോ നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ എനിക്കറിയാം ദൈവം ഇടപെടും. ഇന്ന് രാത്രി ഈ ദൈവശബ്ദം കേൾക്കുവാൻ ആവലോടെ കാത്തിരിക്കുന്ന ദൈവമക്കളോട് വാസ്തവമായും ദൈവം സംസാരിക്കും. സ്തോത്രം. ആരൊക്കെ ദൈവസന്നിധിയിലോട്ട് ചെവി ചായ്ച്ചു ചെന്നിട്ടുണ്ടോ അവരോടൊക്കെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ആരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അവരോടെല്ലാം ദൈവം ഇടപെട്ടിട്ടുണ്ട്. ആരെല്ലാം ആശ്വാസത്തിന് വേണ്ടി കാക്ഷിച്ചിട്ടുണ്ടോ ദൈവം അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും ആശ്വാസത്തിന് നിദാനമെന്ന് നാം വിലയിരുത്തുന്നത് നമ്മുടെ മാതാക്കളുടെ ആശ്വാസമാണ്. ഒരു കുഞ്ഞ് വളരെ കരഞ്ഞ് ആരെല്ലാം എടുത്ത് ആശ്വാസം ലഭിക്കാതിരുന്നാലും തൻ്റെ മാതാവ് മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ എത്ര വലിയ ദുഃഖമാണെങ്കിലും മറക്കും. എന്നാൽ കർത്താവ് പറയുന്നത് പെറ്റമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. അതുപോലെ തന്നെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അപ്പൊ ഏറ്റവും വലിയ ആശ്വാസം ദൈവസന്നിധിയാണ്. നാമൊക്കെയും അത് രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. എൻ്റെയും ക്രിസ്തീയ ജീവിതത്തിൽ ധാരാളം നിമിഷങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ആ സാന്നിധ്യവും അവൻ്റെ ആശ്വാസവും ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നും തളരാതെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ ദൈവം ഇടവരുത്തുന്നു. അവന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു. സ്തോത്രം. ഹൈന്ദവ ആചാരപ്രകാരം എൻ്റെ ചെറുബാല്യത്തിൽ ഞാൻ ജീവിച്ചു. ഹല്ലേലൂയ. എന്നാൽ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കർത്താവ് കണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവിടുന്ന് എന്നെ കണ്ടു. ഹല്ലേലൂയ. അതിന് ദൈവം സന്ദർശിച്ചു. ഞങ്ങളുടെ ഭവനത്തെ ദൈവം സന്ദർശിച്ചു. ഒരുപാട് ഘട്ടം ഘട്ടമായിട്ട് ദൈവം എൻ്റെ കുടുംബത്തെ സന്ദർശിച്ചു. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം വയ്ക്കുന്ന മാനദണ്ഡമോ നാം വിചാരിക്കുന്ന സമയമോ അല്ല, തക്ക സമയത്ത് അവൻ പുറത്തെടുക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെയെങ്കിലും ഓർത്ത് വേദനയോടെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ വിശ്വാസത്തിൽ വന്നിട്ടില്ല എന്നോർത്ത് കുടുംബ ബന്ധങ്ങളിലോ മാതാക്കളോ പിതാക്കളോ മക്കളോ ആരെങ്കിലും വിശ്വാസത്തിൽ കടന്നു വരാതിരിക്കുന്നവരെ ഓർത്ത് നിലവിളിക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ധൈര്യമായിരിക്കുക. ദൈവം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ജീവിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അരികിലൂടെ ഒരു പ്രായമുള്ള പിതാവ്, തന്നെ കണ്ടാൽ ഒരു വലിയ സൗന്ദര്യമൊന്നുമില്ല, ആരും അത്ര ഗൗനിക്കുന്ന മനുഷ്യനല്ല, ഒരു കറുത്തിരണ്ട രൂപം, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തുകൂടി ഇങ്ങനെ പോകുമ്പോഴൊക്കെയും എൻ്റെ വീട്ടിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു.
സ്തോത്രം. അടിയുറച്ച ഹൈന്ദവ ഭക്തരെങ്കിൽ പോലും എൻ്റെ മാതാവ് അത് കേട്ടങ്ങനെ നിൽക്കും. ഞാൻ എൻ്റെ ചെറിയ ബാലികയായിരിക്കും സമയത്ത് എനിക്ക് അവ്യക്തമായ ചില ഓർമ്മകളുണ്ട്. ഞാനും അമ്മയുടെ അടുത്ത് നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നത്. ആ പിതാവ് പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കുടുംബത്തെ ദൈവത്തിന് വേണ്ടതാ, ഈ കുടുംബം ഹല്ലേലൂയ ദൈവഭാഗത്ത് വരുമെന്നുള്ളത്. സ്തോത്രം. എന്നാൽ കാലഘട്ടം പിന്നെയും കടന്നുപോയി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ മാതാവ് ഒരു സ്വപ്നം കണ്ടു. അമ്മയെ ആരോ വിളിച്ച് വീടിന്റെ പുറത്തിറക്കി കൊണ്ടുപോയി ആകാശത്തിലേക്ക് നോക്കുവാൻ പറഞ്ഞു. നോക്കിയപ്പോൾ ആകാശം ഇങ്ങനെ രണ്ടു ഭാഗത്തേക്കുമായിട്ട് പിളർന്നു മാറുന്നതും അതിന്റെ നടുവിലായി എഴുതി കാണിക്കുന്നു, ഞാൻ ഇതാ വേഗം വരുന്നു എന്ന്. പെട്ടെന്ന് അത് തിരിച്ച് പഴയ രൂപത്തിലാകുകയും ചെയ്തു. പെട്ടെന്ന് അമ്മ ഉണർന്നു. വളരെ വെപ്രാളപ്പെട്ട് എന്തോ സംഭവിച്ചത് മാതിരി തനിക്ക് വളരെ പരിഭ്രമം നേരിട്ടു. പിറ്റേ ദിവസം രാവിലെ ആ പിതാവ് വന്നപ്പോൾ ചോദിച്ചു, ഫിലിപ്പോസ് അപ്പച്ച ഇങ്ങനെ ഞാൻ കണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, മോളെ നിന്നെ ദൈവം സ്നേഹിക്കുന്നു, ഈ കുടുംബത്തെ ദൈവത്തിന് വേണം. ഹല്ലേലൂയ സ്തോത്രം. ഈ കുടുംബത്തെ ദൈവത്തിന് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെയും പ്രാർത്ഥിച്ചിട്ട് പോയി. അദ്ദേഹം ആ പാടിയ പാട്ടും ആ പ്രാർത്ഥിച്ച വാചകങ്ങളൊക്കെ ഇന്നും, ചെറുബാലികയായിരുന്നെങ്കിൽ പോലും ഇന്നും എൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ തുടിച്ചു നിൽക്കുക, ധ്വനിച്ചു നിൽക്കുകയാണ്. സ്തോത്രം. തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിൻ നിരച്ചിൽ പോലെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പാടി ദൈവത്തെ സ്തുതിക്കുന്നത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ രോഗിയായി തീർന്നു. സ്തോത്രം. ദീർഘനാളുകൾ ചികിത്സയ്ക്ക് വിധേയയായി. ചില ഹോസ്പിറ്റലുകളിൽ മാറി മാറി ചികിത്സിച്ചു. അവസാനമാണ് അറിയുന്നത് താൻ ഒരു ക്യാൻസർ പേഷ്യൻ്റായി തീർന്നു എന്നുള്ളത്. അപ്പോൾ തന്നെ വൈദ്യശാസ്ത്രത്തിന് തന്നെ രക്ഷിക്കാൻ കഴിയുന്നതിനപ്പുറമായി തീർന്നിരുന്നു. പണ്ടത്തെ കാലത്ത് 1982 ഈ സംഭവം ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടേ ഉള്ളൂ. അത് വന്നവരാരും രക്ഷപ്പെട്ടിട്ടുമില്ല. കാരണം വൈദ്യശാസ്ത്രത്തിൽ അന്നുള്ള ചികിത്സാ രീതി താമസിച്ചാണ് വേണ്ട ചികിത്സ ലഭിക്കുന്നത്. കണ്ടുപിടിക്കുവാൻ തന്നെ വളരെ വൈകും. അതുകൊണ്ട് അതിന് ഫലപ്രദമായ ചികിത്സ ലഭിക്കാഞ്ഞതുകൊണ്ട് മരണത്തോട് അടുത്ത സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി ഭവനത്തിൽ വിശ്രമിക്കും വേളയിൽ ഒരു സുവിശേഷകനും കുടുംബവും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. സ്തോത്രം. എൻ്റെ മാതാവിനോട് കർത്താവിനെ കുറിച്ച് സംസാരിച്ചു. എൻ്റെ അമ്മ ചെറുപ്പം മുതലേ കൃഷ്ണഭക്തയായിരുന്നു. കൃഷ്ണനാണ് അമ്മയുടെ ഇഷ്ടദേവൻ. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ടും ധാരാളം ആചാരങ്ങളിലും ഹൈന്ദവ രീതിയിലൊക്കെ ഒത്തിരിയും അടുത്ത് ജീവിച്ചിരുന്നവരാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെക്കുറിച്ചും യേശുക്രിസ്തു സൗഖ്യമാക്കുന്നവനാണെന്നും മറ്റ് ദൈവങ്ങളെക്കാൾ ഉപരി ജീവനുള്ള ദൈവമാണെന്നും ഒക്കെ എൻ്റെ അമ്മയോട് അവർ ഷെയർ ചെയ്തു. അമ്മയുടെ ഭാഗം കൊണ്ട് തന്നെ അമ്മ പറഞ്ഞു, ഞാൻ ഇതുവരെ സേവിച്ച ഒരു ദൈവവും എന്നെ വിടുവിച്ചില്ല, എനിക്ക് സൗഖ്യം തന്നില്ല, കഠിനമായ വേദന സഹിച്ച് ഞാൻ മരണത്തോടടുത്ത് കിടക്കുന്ന ഈ സമയത്ത് എനിക്ക് ദൈവവിശ്വാസമില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ മരിച്ചു പോകുവാൻ വേണ്ടി. അത്രയ്ക്ക് കഠിനമായ വേദനയാണ് സഹിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ പ്രിയപ്പെട്ടവർ അമ്മയുടെ കിടക്കയുടെ അരികിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചവർ കടന്നുപോയി. ആ രാത്രി ഒരു വലിയ ദൈവിക ദർശനം, ഒരു വലിയ ദൈവിക സന്ദർശനം എൻ്റെ ഭവനത്തിൽ കടന്നു വരുന്നതിനും ഒരു വ്യക്തി എന്ന വിധത്തിൽ എൻ്റെ അമ്മയുടെ കിടക്കയുടെ അരികിൽ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം വരികയും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് എഴുതി കാണിച്ച് ഒരു വലിയ കരം തൻ്റെ ശരീരത്തിലൂടെ തഴുകി മാറി. ആ നിമിഷം തന്നെ താൻ ക്യാൻസർ എന്ന മാരക രോഗത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ച് പൂർണ്ണ സൗഖ്യമുള്ളവളായി തീർന്നു. കഠിനമായ വേദന തിന്നുകൊണ്ടിരുന്ന തൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ യേശുവിൻ്റെ ശക്തി പ്രവഹിക്കുന്നതിന് ആ രാത്രി തന്നെ അത്ഭുതമായ വിടുതല്, ഒരു പുതിയ അവയവം എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറിനാൽ അഴുകിപ്പോയിരുന്ന അവയവത്തെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് എൻ്റെ യേശുവിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തി അന്ന് രാത്രി എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളറയിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. മഹത്വം എൻ്റെ ദൈവത്തിന്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ കടന്നു പോകുവാനിടയായി. ഡോക്ടർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ അമ്മ സൗഖ്യമുള്ളവളായി തീർന്നു. സ്തോത്രം. അവരുടെ കൊണ്ട് തന്നെ പറഞ്ഞു, ഏത് ഡോക്ടർമാരും അവർ ചികിത്സിക്കുന്നെങ്കിലും അതിലപ്പുറമായിട്ടൊരു ശക്തി, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്, അത് ചിലതൊക്കെ ചെയ്യും. ഹല്ലേലൂയ. അതുപോലെ സംഭവിച്ചതാണ് പ്രിയ അമ്മയുടെ ശരീരത്തിൽ എന്ന് അവർ ഡോക്ടർ പറയുന്നതിനിടയായി. മടങ്ങി വന്നു. തലേ ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച ആ ദേവദാസന്റെ ഭവനത്തിലേക്ക് എൻ്റെ അമ്മ കടന്നുപോയി. ദീർഘനാളുകൾ കിടക്ക വിട്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ മരണത്തെ അടുത്ത് കണ്ടു കിടന്ന എൻ്റെ മാതാവ് അന്ന് എഴുന്നേറ്റതാണ്. ഇന്നും ആരോഗ്യവതിയായി എൻ്റെ കർത്താവിനെ സേവിച്ചുകൊണ്ട് താൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം
എത്ര വലിയവനാ. ഹല്ലേലൂയ്യ. അവൻ സൗഖ്യമാക്കിയാൽ അത് പൂർണ്ണമാണ്. ഹല്ലേലൂയ്യ. സ്തോത്രം. എന്റെ അമ്മ ആ ഭവനത്തിൽ ചെന്നു, യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു. അവർ പറഞ്ഞു, സൗഖ്യം ലഭിച്ചെങ്കിലും യേശു ഇന്നും ഹൃദയത്തിന് പുറത്താണ്. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് എന്റെ മാതാവ് ഒരു വിശ്വാസിയായി തീർന്നു, ഒരു ക്രിസ്തു ഭക്തയായി തീർന്നു. ദൈവമക്കളെ, വളരെ സന്തോഷപ്രദമായ ഒരവസരമായിരുന്നു അത്. എൻ്റെ അമ്മയുടെ അമ്മയും 1-2 സഹോദരങ്ങളും ഈ വിശ്വാസം അത് മുഖാന്തരം ഏറ്റെടുത്തു. ഞങ്ങളുടെ ആ നാട്ടിൽ ചിലരും കൂടി കർത്താവിനെ അറിയുവാൻ എൻ്റെ അമ്മയുടെ രോഗസൗഖ്യം കാരണമായി അങ്ങനെ ഒരു ചെറിയ പ്രെയർ ഗ്രൂപ്പ് ആ ഭവനത്തിൽ ആരംഭിപ്പാനിടയായി തീർന്നു. എന്നാൽ എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അമ്മയ്ക്ക് സൗഖ്യമായത് ഇഷ്ടമാണെങ്കിലും ഞാൻ അതിൽ പോവുകയോ എനിക്കതിനോട് വലിയ താല്പര്യത്തോടെ ആയിരുന്നില്ല. എന്നാൽ യാദൃച്ഛികമെന്നവണ്ണം ഞാൻ ആ ഭവനത്തിൽ ഒരിക്കൽ ചെന്നപ്പോൾ അവിടെ ഒരു മീറ്റിങ്ങിൽ ഞാൻ ശരിക്കും അവിടെ പങ്കെടുക്കേണ്ടി വന്നു. എനിക്ക് പോരുവാൻ കഴിയാത്ത തരത്തിൽ അവിടെ നിൽക്കേണ്ടി വന്നതിനാൽ സ്തോത്രം, ആ രാത്രി പരിശുദ്ധാത്മാവ് എന്നെയും തന്റെ മകളാക്കി തീർത്തു. യാദൃച്ഛികമെന്നവണ്ണം ഞാൻ അവിടെ ഇരുന്നെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ദൈവദാസനിലൂടെ എന്നോട് സംസാരിച്ചു. മറ്റൊരുത്തരിലും രക്ഷയില്ലെന്നുള്ള ദൈവവചനം അപ്പോസ്തലപ്രവൃത്തി 4:12 ആധാരമാക്കി സംസാരിക്കുമ്പോൾ എന്നിൽ വലിയ രൂപാന്തരം വരുത്തിക്കൊണ്ട് എന്നെയും ഒരു ദൈവവൈതലാക്കി തീർക്കുവാൻ 1982 മെയ് മാസം 16-ാം തീയതി രാത്രി 8 മണി സമയത്ത് ദൈവം എന്നെ കനിഞ്ഞ് തന്നോട് ചേർക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ എത്ര ഭാഗ്യവതിയാ. യേശുവിനെ അറിയുവാൻ ഒരിക്കലും ഇതിന് യോഗ്യതയില്ലായിരുന്നു, പുറംപറമ്പിൽ തള്ളപ്പെട്ടവളായിരുന്നു. എന്നാൽ എന്നെ ചേർത്ത് വെച്ച് എൻ്റെ ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ യേശുവിനെ സ്വീകരിപ്പാൻ ഞാനും തയ്യാറായി. ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ ഇളയത്തിങ്ങൾ 2 സഹോദരന്മാരാണ്. ഞാനാണ് മൂത്ത മകൾ. ഞാൻ അന്ന് 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഭവനത്തിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സ്തോത്രം. എൻ്റെ പിതാവ് അന്ന് വിദേശത്തായിരുന്നു. സ്തോത്രം. എന്നാൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പ്രതിസന്ധിയിലേക്കാണ് വലിച്ചെറിയപ്പെട്ടത്. എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ, എൻ്റെ അപ്പൻ്റെ വീട്ടുകാര്, ഞങ്ങളുടെ ബന്ധുജനങ്ങൾ എല്ലാവരും എതിർക്കാനിടയായി. ഒട്ടുമുക്കാലും പേര് BJP-യിലുള്ളവരായിരുന്നു. സ്തോത്രം. ഞങ്ങൾ അടുത്ത ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് അറിഞ്ഞുകൊണ്ട് ഒരുപാട് പീഡകം ഞങ്ങൾക്കെതിരെ അഴിച്ചുവിട്ടു. സ്തോത്രം. ദൈവമക്കളെ, ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ദിവസം ഒരു ചെറിയ പ്രയർ ക്രമീകരിച്ച് ആദ്യമായി എൻ്റെ ഭവനത്തിൽ ഒരു പ്രയർ വെച്ചതാണ്. ചുരുക്കം ചിലര്, ഏകദേശം ഒരു 10-12 പേര് മാത്രമേ ഉള്ളൂ അന്ന് ആ പ്രയറിൽ കടന്നു വന്നിരിക്കുന്നു. ആ സമയത്താണ് BJP-ക്കാരായിട്ടുള്ള ചിലർ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുന്നതും സ്തോത്രം ഞങ്ങളുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും സംസാരങ്ങൾ ഉണ്ടാക്കി. എൻ്റെ അമ്മ പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകൂ, ഇതെന്റെ ഭവനമാണ്, പ്രാർത്ഥന വെക്കണോ അമ്പലത്തിൽ പോകണോ തീരുമാനിക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോകൂ എന്ന് പറഞ്ഞിട്ടും അവര് അതിന് കൂട്ടാക്കാതെ ഒരുപാട് പേര് പതിയിരിപ്പുകാരായിട്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും ഒരു റബ്ബർ തോട്ടമാണ്, അതിനകത്തെല്ലാം പതിയിരിപ്പുകാരുണ്ടായിരുന്നു. അദ്ദേഹം ഇതിന്റെ ലീഡറായിട്ടുള്ള ആള് ഒരു ഫിഷ് ലൂതുകയും അപ്പോൾ തന്നെ ധാരാളം പേര് നാലാപുറത്ത് നിന്ന് ഓടി വന്നു. ഞാൻ ഈ സമയം അടുക്കളയിൽ അല്പം ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുക. പ്രാർത്ഥന തുടങ്ങിയില്ല, എല്ലാവരും വന്നിട്ടേ ഉള്ളൂ. ഈ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. സ്തോത്രം. ധാരാളം പേര് ഞങ്ങളുടെ പെരയ്ക്ക് ചുറ്റിനും വന്നുകൂടി നാനാപുറത്തുനിന്നും അടിച്ച് തകർത്ത് വീടെല്ലാം. ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന അടുക്കളയുടെ മുയൽക്കൂരയൊക്കെ പറിച്ച് വലിച്ചെറിഞ്ഞു. ഞങ്ങൾ നിന്ന റൂമിലേക്ക് കല്ലുകൾ വലിച്ചെറിയുക. ഞങ്ങൾ മാത്രം പേടിച്ചരണ്ട് ഹല്ലേലൂയ ബൈബിള് മാത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ വീടാണ്, ചെറിയ റൂമിലിരിക്കുകയാണ്. ഞങ്ങൾ നിൽക്കുന്ന റൂമിന്റെ മുകളിലേക്ക് വലിയ കല്ലുകൾ വലിച്ചെറിഞ്ഞു, അടിച്ച് തകർക്കുന്നു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ എൻ്റെ മാതാവിനെ ഒരാൾ മുടിക്ക് പിടിച്ച് കുനിച്ചു നിർത്തി കമ്പിവടിക്ക് അടിക്കാൻ ഊങ്ങുന്ന രംഗം ദൈവമായിട്ട് അവിടെ ഇറങ്ങി വന്നു. പഴയ നിയമത്തിൽ നമുക്ക് ചിലയിടത്ത് വായിക്കാൻ കഴിയും, എൻ്റെ കർത്താവ് ഇറങ്ങി വന്ന് അന്ധത വരുത്തിയതായിട്ട്. ദൈവം ഇറങ്ങി വന്നിട്ട് അന്ധത വരുത്തി വാതിൽ ഗേറ്റ് തപ്പി നടക്കുന്നതായിട്ട് ശത്രുസൈന്യം നടക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കുന്നത് പോലെ ശരിക്കും ദൈവം അന്ധത വരുത്തിയത് ഞാൻ എൻ്റെ ആ ചെറിയ വിശ്വാസത്തിലേക്ക് വന്ന ആ സമയത്ത് തന്നെ കാണുവാനിടയായി തീർന്നു. അവര് ഞങ്ങളെ എറിഞ്ഞ കല്ലുകൾ ഞങ്ങളിരുന്ന റൂമിൽ ഒന്നും സംഭവിച്ചില്ല. നേരെമറിച്ച് മറ്റു റൂമിൽ അവരുടെ ആൾക്കാർ വന്ന് നിന്നിടത്ത് അവര് തമ്മിൽ ദൈവം അന്ധത പിടിപ്പിച്ചിട്ട് തമ്മിലടിച്ചു. എൻ്റെ മാതാവിനെ അവർ വലിച്ചവരുടെ ഇടയിൽ ഇട്ടെന്നുള്ള ഒരു ചെറിയ ധാരണയിൽ അവർ തമ്മിലടിച്ചു. അവര് തന്നെ തകർന്നു. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് വലിയൊരു മുറിവ് സംഭവിച്ചെങ്കിലും മരണത്തിന് ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം.
എന്നാൽ അവര് തന്നെ തമ്മി തകർത്ത് തല്ലി ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ഉടുവസ്ത്രമൊഴികെ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി. അവിടെ നിന്ന് ആ രാത്രി ഹല്ലേലൂയ ഞങ്ങൾ മറ്റൊരു ഭവനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. മക്കളെ, പിതാവ് എവിടെയാണെന്ന് പോലും ആ സമയം ഞങ്ങൾ വിശ്വാസത്തിൽ വന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങളോട് വളരെ ക്രൂരമായിട്ട് ഇടപെട്ടു. ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല, പട്ടിണിയാണ്. അമ്മയും ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും. സ്തോത്രം. വീട് നശിച്ചു, ഉടുവസ്ത്രം മാത്രമായിട്ട് ഈ വിശ്വാസം നിമിത്തം പീഡിപ്പിക്കപ്പെട്ടെങ്കിലും സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ 3 മക്കളെയും ചേർത്ത് പിടിച്ച് വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും നിൽക്കുമെന്നുള്ള ഉറപ്പേറിയ വിശ്വാസത്തോടെ നിൽപ്പാൻ എൻ്റെ മാതാവിനിടയായി തീർന്നു. താൻ ഒരു പടി കൂടി മുൻപോട്ട് കാല് വെച്ചതല്ലാതെ പിന്നോട്ട് കാല് വെച്ചിട്ടില്ല. ആ രാത്രി തന്നെ ഞങ്ങളെ മറ്റൊരു ഭവനത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് എൻ്റെ അമ്മ ഏതോ ഒരു ദൈവമക്കൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ് ഞങ്ങളെ സംരക്ഷിച്ചതും അവരുടെ വീട്ടിലാണ് ഞങ്ങളെ കൊണ്ടുപോയതും. അവരുടെ തന്നെ ഒരു മാവിയുടെ വീട്ടിലേക്ക് എൻ്റെ മാതാവിനെ അവർ മാറ്റുവാനിടയായി തീർന്നു. ആ പ്രിയപ്പെട്ടവള് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ്. അവരുടെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു റൂമിൽ എൻ്റെ അമ്മയെ ആക്കി. കാരണം ദേശം മുഴുവൻ അരിച്ചു നടക്കിയ അവര് എൻ്റെ അമ്മയെ കണ്ടാൽ കൊല്ലുമെന്ന് പറഞ്ഞു. ഒരുപാട് മതപ്രചരണങ്ങൾ നടത്തി, ദീപം കൊളുത്തി, പന്തം കൊളുത്തി, ജാഥ നടത്തി, പ്രചരണം നടത്തി. സ്വാമിമാര് വന്ന് ഞങ്ങളുടെ വൃന്ദാവനം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി. ഞാൻ പലപ്പോഴും മാറി നിന്ന് പല സ്ഥലങ്ങളിൽ ഇരുന്ന് കേട്ടിട്ടുണ്ട്. $1 കൊടുത്ത് മതം മാറ്റി, പാവങ്ങളെ മതം മാറ്റി എന്ന് പറഞ്ഞ് ഭീഷണി മുടക്കി ദേശം മുഴുവൻ ഞങ്ങളെ അന്വേഷിച്ച് നടന്ന ദിവസങ്ങൾ. ആ സമയത്തൊന്നും സ്കൂളിൽ പോകുവാനോ എന്താ പറയുക, ജീവിതം തന്നെ വലിയൊരു പിലാസിന്റെ തട്ടിൽ തൂങ്ങുന്ന അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ധൈര്യപൂർവ്വം അവിടെയൊക്കെയും ഉറച്ച കാൽവെപ്പോടെ എൻ്റെ അമ്മ നിൽക്കുവാനിടയായി. ഞാനും ഓർത്തിട്ടുണ്ട്, എൻ്റെ അമ്മ പിതാവ് എവിടാന്നറിയത്തില്ല, അമ്മയെ കാണാൻ കഴിയുന്നില്ല, അമ്മയെ പുറത്തെവിടാന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അമ്മ എവിടാണെന്ന്. കാരണം ഞങ്ങൾ മക്കളായതുകൊണ്ട് ആരെങ്കിലും അറിയിച്ചെങ്കിലോ എന്നോർത്ത് അങ്ങനെ ആ ഒരു ഭീകര അന്തരീക്ഷത്തെ ഒക്കെ ദൈവം ശാന്തമാക്കി. കേസായി കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ബൈബിളുമായി കടന്നുപോയി. എൻ്റെ മാതാവ് വിടുവിച്ച ദൈവത്തെ കുറിച്ച് സാക്ഷിക്കുന്നത് കേൾക്കുവാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കി. ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെ നിന്നെല്ലാം ദൈവം ശാന്തത വരുത്തി. ഒത്തിരി അനുഭവങ്ങൾ ആ നാളുകളിലുണ്ട്. ഏകദേശം 2 വർഷത്തോളം വലിയ അരിക്ഷിതാവസ്ഥയിലൂടെ ദൈവം ഞങ്ങളെ നടത്തി. വിശ്വാസത്തിന്റെ മാറ്റം ഉരച്ചു നോക്കിയതാ. ഇറങ്ങിയപ്പോൾ തന്നെ തീയിലേക്കൊന്ന് എറിഞ്ഞു നോക്കിയതാ. നിൽക്കുമോ ഇല്ലയോ എന്നറിയാം. എൻ്റെ വാക്ക് കേൾക്കുന്ന ചിലരുണ്ട്, തീയുടെ നടുവിൽ നിൽക്കുന്ന ചിലരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, നിന്നെ തീയിലേക്ക് എറിയുന്നത് വെറുതെയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിടുവിക്കുന്ന 4-മൻ ഇറങ്ങുമെന്നുള്ളത് ചിലരൊക്കെ കാണണം. അത് രാജാവ് മാത്രമല്ല, പടയാളികൾ മാത്രമല്ല. കാരണം രാജാവിന്റെ ശാസന കോപം കഠിനമായതുകൊണ്ടാണ് ചൂളയുടെ ചൂട് 7 മടങ്ങ് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന് വർദ്ധിപ്പാനിടയായി തീർന്നത്. അതുകൊണ്ട് തീച്ചൂളയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒന്ന് പറയട്ടെ, ഉരച്ചു നോക്കുമ്പോൾ, എടുത്തെറിയുമ്പോൾ അവിടെ ഹല്ലേലൂയ ധൈര്യമായി നിൽക്കുവാനുള്ള കൃപ ഈ നാളുകളിൽ പ്രാപിക്കുക. കർത്താവ് ഉദ്ദേശമില്ലാതെ അല്ല തീയിലേക്ക് എറിയുന്നത്. ഞങ്ങളെ തീയിലേക്ക് എറിഞ്ഞ് കർത്താവ് അതിനെ ഹല്ലേലൂയ ഭാഷ വരുത്തി കൊണ്ടുവന്നത്. അതുകൊണ്ട് ദീർഘമായ ഈ വർഷങ്ങളിൽ ഒരുപാട് പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടി വന്നപ്പോഴും ആ ഇറക്കി അവൻ കൈപിടിച്ചു ഉരച്ച് അവിടുന്ന് ധൈര്യമായി നിർത്തിയത് കൊണ്ട് തളരാതെ നിൽപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. എൻ്റെ പിതാവ് പിൽക്കാലത്ത് തിരിച്ചു വരുവാനും ഞങ്ങളെ കൊല്ലുവാനൊക്കെയാ താൻ വിദേശത്തു നിന്ന് വന്നെങ്കിലും ദൈവം അതിനൊന്നും ഇടവരുത്തിയില്ല. താനും ഇന്നൊരു സുവിശേഷകനാക്കി എൻ്റെ ദൈവം തീർത്തു. എൻ്റെ കുടുംബത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ദൈവത്തോട് തൻ്റെ വേലയ്ക്കായി വിളിക്കുവാൻ യാചിച്ചു. രാത്രിയാമങ്ങളിൽ നിലവിളിച്ചു. കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തു. ദീർഘമായ 35 വർഷം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ മലബാറിന്റെ മണ്ണിൽ കർത്താവിന് വേണ്ടി കുടുംബമായി നിൽക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. കുടുംബ ജീവിതത്തെ ദൈവം തന്നു. വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അനേകർ ചോദ്യചിഹ്നം ഉതിർത്തൊരു കാര്യമാണ്. എന്ത് ചെയ്യും? മകളുടെ ഭാവി എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ചേരെ വെച്ച് നിന്റെ മകളെ, ഇങ്ങനത്തെ വാക്കാണ് സംസാരിച്ചത്. ഉണങ്ങേണ്ടി വരും.
ആരും നിന്റെ കുഞ്ഞിനെ ഭാവിയിലേക്ക് കൈപിടിക്കലെന്ന് പറഞ്ഞു. അവരുടെ മധ്യത്തിൽ എൻ്റെ 18ാമത്തെ വയസ്സിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസന്റെ കയ്യിലേക്ക് എന്നെ പിടിച്ചു കൊടുക്കുവാൻ ദൈവദാസന്മാർക്കിടയായി തീർന്നു. ഈ വർഷങ്ങളധികവും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഹല്ലേലൂയ. പിന്നെയും പ്രതികൂലം തീർന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇറക്കിയപ്പോൾ പ്രതിസന്ധിയിലൂടെ നടത്തിയത് കൊണ്ട് പ്രതിബന്ധങ്ങൾ ഇന്നും തീർന്നിട്ടില്ല. ഈ ഒരു ശരിക്കും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവം ഹല്ലേലൂയ കരങ്ങളിൽ പിടിച്ചിട്ടുള്ളവരുടെ ജീവിതത്തിൽ ഓളങ്ങളും തിരമാലകളും തീരത്തില്ല. നാം ഒക്കെയും ആഗ്രഹിക്കുന്നത് ഈ പ്രതിസന്ധിയൊക്കെ ഒന്ന് തീർന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓളങ്ങളും തിരമാലകളും തീരത്തില്ല ദൈവമക്കളെ. ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, തീരത്തോട് ചേർന്ന് കിടക്കുന്ന തോണിക്ക് എപ്പോഴും ഓളം അടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇച്ചിരി ഹല്ലേലൂയ ആഴത്തിലേക്കൊന്ന് മാറി നോക്കിക്കേ, ശാന്തതയായിരിക്കും. ഈ തീരം പറ്റി നമ്മൾ കിടക്കുമ്പോൾ പലപ്പോഴും തിരകൾ നമ്മളെ ഒലച്ചുകൊണ്ടിരിക്കും. അത് അപ്പോൾ തന്നെ ഓർക്കണം, നാം ആഴത്തിലേക്ക് നീങ്ങേണ്ട സമയമായി, ആത്മാവിന്റെ ആഴത്തിലേക്ക് ഇറങ്ങേണ്ട സമയമായി. ഹല്ലേലൂയ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ ജീവിതത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അതുകൊണ്ടാ പറഞ്ഞ, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ. ഹല്ലേലൂയ. ഒത്തിരി അധ്വാനിച്ചിട്ട് ലഭിക്കാതിരുന്നപ്പോൾ ആഴത്തിലേക്ക് നീക്കിയപ്പോൾ ഏറെ ലഭിപ്പാനിടയായി തീർന്നു. ജീവിതത്തിൽ ഹല്ലേലൂയ തീരത്തോളങ്ങളും തിരമാലകളും ജീവിതത്തെ ആഞ്ഞടിക്കുമ്പോൾ പ്രതിസന്ധി ഹല്ലേലൂയ തീരത്തില്ല. ദൈവവൈതന്റെ ജീവിതത്തിലെ പ്രതിസന്ധി തീരത്തില്ല. പക്ഷെ അവിടെ പക്വത പ്രാപിച്ച്, ആത്മീയ പക്വത പ്രാപിച്ച് കർത്താവിന്റെ കരം പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവമിടയാക്കി തീരും. നമുക്ക് പ്രതികൂലം വലുതായി കാണുമ്പോഴാണ് നമുക്കിത് നിൽക്കാൻ കഴിയത്തില്ലല്ലോ എന്ന് തോന്നുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നാം അതിനെ ചാടിക്കടക്കുമ്പോൾ, നാം അതിലൂടെ നടന്നു കയറുമ്പോൾ അത് നമുക്ക് വലുതായി തോന്നുകയില്ല. പലപ്പോഴും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന വലിയ പർവ്വത സമാനമായ പ്രശ്നമുണ്ടല്ലോ, അതിന്റെ താഴ്വാരത്തിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അത് വലുതായിട്ട് തോന്നും. കടന്ന് ഓരോ കാലെടുത്ത് വെച്ച് മുകളിൽ ചെന്നേ നാം ഹല്ലേലൂയ നമുക്കത് വലുതായി തോന്നുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രതിസന്ധികൾ ജീവിതത്തെ തളർത്താതെ ഇതുവരെയും ദൈവം നടത്തി. വിശ്വാസ ജീവിതത്തിൽ അനേക സ്ഥലങ്ങളിൽ വെറും വിശ്വാസത്താൽ കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിച്ചുകൊണ്ട്, അവന്റെ വചനം കേട്ടുകൊണ്ട്, അവന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചു ആത്മാക്കളെ നേടുവാൻ ദൈവം കൃപ തന്നു. സ്തോത്രം. ഒത്തിരി പ്രതിസന്ധികൾ പിന്നെയും ജീവിതത്തെ ആഞ്ഞടിച്ചു. ഞാനും ഒരു ക്യാൻസർ രോഗിയായി തീരുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ സന്തോഷത്തോടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ക്യാൻസർ എന്ന മഹാവ്യാധി എൻ്റെ മാതാവിന് പിടിച്ചപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടു. എന്നാൽ എന്നെ ആ ഒരു രീതിയിലൂടെ ദൈവം നടത്തിയപ്പോൾ ഹല്ലേലൂയ, എൻ്റെ കർത്താവിനെ സ്നേഹിച്ചു എന്നാണ് ഞാൻ അതിനെ പറയുന്നത്. ക്യാൻസർ എന്ന രോഗത്തെ തന്നുകൊണ്ട് ദൈവം എന്നെ സ്നേഹിച്ചു. കാരണം എൻ്റെ അപ്പച്ചൻ എന്നെ സ്നേഹിക്കുന്നു എന്നറിയുവാൻ, എൻ്റെ ദൈവത്തിന്റെ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നു എന്ന് അറിയുവാൻ തക്കവണ്ണമാണ് ആ രോഗത്തിലൂടെ ദൈവം എന്നെ കടത്തിവിട്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഒക്കെ ഞാൻ പറയാറുള്ളത്, എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു, ആ രോഗം തന്നെ സ്നേഹിച്ചു. അനേക മാരക രോഗങ്ങൾ എന്റെ ശരീരത്തിൽ കർത്താവ് പലപ്പോഴും പരീക്ഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കർത്താവ് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ഞാനത് സഹിക്കുമെന്ന് എന്റെ ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ്, അതുമൂലം ഞാൻ ആത്മാവിൽ ബലപ്പെടുമെന്ന് എന്റെ ദൈവത്തിൽ ഉറപ്പുള്ളത് കൊണ്ടാണ് എന്റെ ദൈവം അങ്ങനെ കടത്തിവിടുന്നത്. ഹല്ലേലൂയ. കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ദൈവവേദനയെ നീ അത് സഹിക്കുമെന്ന് കർത്താവിനെ അറിയാവുന്നത് കൊണ്ടാണ് നിന്നെ അതിലൂടെ കടത്തിവിടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആസ്തി എത്ര ഉണ്ടെന്ന് എന്റെ ദൈവത്തിന് അറിയാം. നാം എത്രത്തോളം പിടിച്ചു നിൽക്കുമെന്ന് എന്റെ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. അനേകരുണ്ടായിട്ടും ഹല്ലേലൂയ മറിയെ തെരഞ്ഞെടുത്തത് എന്തുവാ? അന്നത്തെ ലോകാപവാദം സഹിപ്പാൻ അവൾ പ്രാപ്തയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് യേശുവിനെ ജനിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ മറിയെ തെരഞ്ഞെടുത്തത്. അതുപോലെ ഓരോ വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്റെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. നീ എത്രത്തോളം സഹിക്കും, അതുകൊണ്ടാണ് നിനക്ക് മാത്രമായി തരുന്നത്. ഈ കഷ്ടം തരുമ്പോൾ അത് ദൈവത്തിന്റെ സ്നേഹമാണെന്നൊന്ന് കണ്ടേ. അപ്പോൾ നമുക്ക് ഈ കഷ്ടത്തിൽ വേദനിക്കുവാൻ കഴിയത്തില്ല, പ്രതികൂലത്തിൽ വേദനിക്കുവാൻ ഇടവരികയില്ല. മാരകമായ ക്യാൻസർ രോഗം എന്നെയും ബാധിച്ചിട്ടും ഒരു മരുന്ന് പോലും കഴിക്കാതെ അത്ഭുതമായ രോഗസൗഖ്യം എന്റെ കർത്താവ് എനിക്ക് തന്നു. അതിന് പിൻപിൽ പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളുടെ കണ്ണുനീരിനെ ഓർത്ത് എന്റെ ദൈവം എന്നെ വിടുവിച്ചു. ഇന്നും നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളോട് സംസാരിപ്പാൻ ഈ 20 വർഷം കൂടി എന്റെ ആയുസ്സിൽ ദീർഘമാക്കി തന്ന എന്റെ ദൈവത്തിന്റെ സ്നേഹം. അൾസറേറ്റീവ് കൊളൈറ്റീസ് എന്ന് പറയുന്ന മാരകമായ രോഗത്താൽ 10 വർഷം ഞാൻ കഷ്ടപ്പെട്ടു. കഠിനമായ രോഗം. ഡോക്ടർമാർ പറഞ്ഞു ഈ അസുഖം മാറില്ലെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കി. മരണം വരെ ഈ രോഗം എന്റെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം എന്നെ സൗഖ്യമാക്കി. കാരണം
ഞാൻ ദൈവഭാഗത്തേക്ക് കർത്താവ് ശുശ്രൂഷ തരുവാൻ ആഗ്രഹിച്ചിട്ട് ഞാനതിന് ഹല്ലേലൂയ കർത്താവെ ഞാൻ ദൈവദാസന്മാരെ ശുശ്രൂഷിച്ച് നിന്നുകൊള്ളാമെന്ന് പറഞ്ഞു. ഒരിക്കലും മുൻനിര വരെ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്നാൽ അവിടേക്ക് എന്നെ കൈപിടിച്ചു നടത്തുവാൻ ആ രോഗത്തെ ദൈവം എനിക്ക് തന്നു. കാരണം ഞാൻ തന്നെ ദൈവസന്നിധി മുഴങ്കാൽ മടക്കുവാൻ, ഉപവസിക്കുവാൻ, ദൈവകൃപ ഏറ്റെടുക്കുവാൻ മുഖാന്തരമായപ്പോൾ ആ രോഗം എന്നിൽ നിന്ന് വിട്ടുമാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തെ അലട്ടുന്ന ചില രോഗബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ദൈവസന്നിധി മുഴങ്കാൽ മടക്ക്. ചിലപ്പോൾ നിങ്ങളെ കൃപയിലേക്ക് നടത്തുവാൻ, നിന്നിൽ വെളിപ്പെടേണ്ട ശക്തിയെ പോഷിപ്പിക്കുവാൻ, നിന്നിൽ കൂടി വെളിപ്പെടേണ്ട ചില കാര്യങ്ങളെ, വെളിപ്പെടേണ്ട ചില കൃപകളെ പുറത്തു കൊണ്ടുവരുവാനാണ് രോഗാത്മാവിലൂടെ ദൈവം നടത്തുന്നത്. അതിനെ ശാസിച്ച് കൃപ പ്രാപിച്ച് മുന്നോട്ട് വരുമ്പോൾ ഹല്ലേലൂയ ദൈവം അത്ഭുതമായ വിടുതൽ നൽകി തരിക തന്നെ ചെയ്യും. പ്രതിസന്ധികൾ അനേകം അനുഭവിച്ച ഭക്തന്മാരെ വചനത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും പ്രതികൂലത്തെയും കഠിന ശോധനയിലൂടെയും കടന്നുപോയത് യോബിനെ നമുക്ക് കാണുവാൻ കഴിയും. യോബിനോട് ചോദിച്ചാൽ അറിയാം, വ്യസനമൊന്ന് തൂക്കി നോക്കിയെങ്കിലെന്ന്. കാരണം തൂക്കാൻ കഴിയാത്ത തരത്തിൽ വ്യസനത്തിലൂടെ പോകുന്ന ഭക്തൻ അല്ലെങ്കിൽ പിൽക്കാലത്ത് തന്നെ ദൈവം തന്നെ തന്റെ ജീവിതത്തെ മാറ്റിയെടുത്തു. യോസേഫിനെ മാറ്റി നിർത്തി ചോദിച്ചാൽ പറയും, ഹല്ലേലൂയ ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു ദർശനം കണ്ടതേ ഉള്ളൂ. ഞാൻ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂലങ്ങൾ, പൊട്ടക്കിണർ, ഹല്ലേലൂയ, കാരാഗ്രഹം, ജീവിത വിശുദ്ധിയെ ചോദ്യം ചെയ്തത്, ഇതെല്ലാം തിരസ്കരിക്കപ്പെട്ടത് ഒക്കെ ഒരു ദർശനത്തിന്റെ മുഖത്ത്. എന്നാൽ താൻ ദർശനം പ്രാപിച്ചവന് ആയതുകൊണ്ട് അവൻ അതിൽ നിന്നത് നിമിത്തം താൻ ആ ദർശന പൂർത്തീകരണത്തിലേക്കും ഹല്ലേലൂയ കൈപിടിച്ച് നടത്തപ്പെടുവാനിടയായി തീർന്നു. പൗലോസിനോടൊന്ന് ചോദിച്ചു നോക്കിക്ക്, എത്രത്തോളം കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിന്ന് സഹിക്കാൻ, കഷ്ടം സഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ട്, അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ താൻ സന്തോഷിച്ചു കൊണ്ടുപോയി എന്ന്. അടികൊണ്ട് ശരീരം മുഴുവൻ ഉലച്ച് തന്നെ മൃതപ്രായനാക്കിയിട്ട് സന്തോഷിച്ചു. നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് കഷ്ടത ഒരിക്കലും ഹല്ലേലൂയ നമ്മളെ നശിപ്പിക്കുവാനല്ല, പ്രതികൂലം ഒരിക്കലും നമ്മളെ തകർത്ത് കളയുവാനല്ല, അതിലൂടെ നമ്മിലുള്ളത് പുറത്തു വരുവാൻ, അതിലൂടെ നമ്മിലുള്ളത് വെളിപ്പെടുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കഷ്ടതയ്ക്കായി സ്തോത്രം ചെയ്യുവാനുള്ള കൃപ പ്രാപിച്ചുകൊണ്ട് ഈ നാളുകളിൽ മുന്നേറുന്ന ഓരോ ഭക്തന്റെ മേലും ദൈവകൃപ പകരുവാൻ ദൈവം വിശ്വസ്തന. പക്ഷെ ഇവിടെയൊക്കെയും കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, തനിച്ചല്ല, കൈ പിടിച്ചവൻ കൂടെയുണ്ട്, മാർവോട് ചേർത്തവൻ കൂടെയുണ്ട്, തോളിൽ വഹിക്കുന്നവൻ കൂടെയുണ്ട്. ഹല്ലേലൂയ കർത്താവിന് സ്തോത്രം. അത് ഹല്ലേലൂയ അജ്ഞാതമായ കരത്തിനുള്ളിൽ നമ്മെ വഹിച്ച്, തോളിൽ വഹിച്ച് ഏറ്റി നടത്തുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. തനിച്ചല്ല കേട്ടോ, തനിച്ചല്ല, നാം തനിയല്ല. ദൈവകരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രതികൂലം ഹല്ലേലൂയ തിന്മയ്ക്കല്ലത് നന്മയ്ക്കാണ്, പ്രതിസന്ധി തിന്മയ്ക്കല്ലത് നന്മയ്ക്കാണ്. ഹല്ലേലൂയ ധൈര്യവും ഉറപ്പുമുള്ളവരായി മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. എനിക്ക് ലഭിച്ച സമയം ഇവിടെ തീരുകയാണ്. സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം കൃപ തരേണ്ടതിനായിട്ട് പ്രത്യേകമായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. വിശ്വാസത്തോടെ ഇതുവരെ നിൽക്കുവാൻ ഹല്ലേലൂയ ദൈവം കൃപ തന്നു. പിന്നെയും കർത്താവിന് വേണ്ടി നിൽപ്പാൻ സ്തോത്രം ദൈവം കൃപ തരേണ്ടതിനായി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ചൂടെടുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമ ചൂളയിൽ, ചൂടെടുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമ ചൂളയിൽ, ആയൻ പ്രിയൻ ഓ നല്ലവൻ, കൈവിടുക ഇല്ലവനല്ലലിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ, കൈവിടുക ഇല്ലവനല്ലലിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. വിശ്വസ്ത ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ഉയർത്തുന്നു. അടിയന്റെ ശബ്ദത്തിലൂടെ നിന്റെ നാമം കേട്ട, നിന്റെ വചനം കേട്ട ദൈവമേ, ദൈവമക്കളെ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം തിരുമേനിയുടെ കരത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൽഹോമ പ്രയർ ലൈൻ നടത്തുന്ന പ്രത്യേകമായ ബ്രദർ സാജൻ ബ്രദറിനെയും വിജി സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവരെ അനുഗ്രഹിക്കണം.
കർത്താവേ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി പിന്നെയും ധൈര്യത്തോടെ നിൽക്കുവാൻ, അനേകർക്ക് ആശ്വാസമായി പ്രയർ ലൈൻ തീരുവാൻ ദൈവം ഇടവരുത്തണമേ. വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം നീട്ടണമേ. പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കെന്നറിയുവാൻ തക്കവണ്ണം, കാറ്റടിക്കുന്നത് തിന്മയ്ക്കല്ല നന്മയ്ക്കെന്നറിയുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചിലതിനോട് കൽപ്പിച്ച് ചിലതിന് അതിരുവെച്ച് മാറ്റി നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം. പ്രത്യേകാൽ കർത്താവിന്റെ ദാസൻ രജിബ്രതനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവമേ, ഈ ശബ്ദം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ. ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിൽ എല്ലാവരെയും പൊതിയണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയോടെ കേൾക്കണമേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.